ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ദോശയും അപ്പവും ഇഡ്ഡലിയൊക്കെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കൂടെ ഇതുപോലൊരു ചട്നി തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേവററ്റ് ചട്നികളിൽ ഒന്നായിട്ട് ഇത് മാറും. സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മുറി തേങ്ങ ഒന്ന് ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. കൂടെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. മുഴുവനെ ഇഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാകും. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ഞാനിപ്പോൾ കാന്താരിമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 7 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. കാന്താരിമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് സാധാരണ പച്ചമുളക് എടുക്കാവുന്നതാണ്. അത്യാവശ്യം വലുതിൽ ഒരു പച്ചമുളക് എടുക്കാം. കൂടെ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടിയാണ്. വളരെ ചെറിയൊരു പീസേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഒരുപാട് വലിയ പീസാക്കിയിട്ട് എടുക്കരുത് കേട്ടോ, എങ്കിൽ പിന്നെ ചമ്മന്തിക്ക് പുളി കൂടുതലായി പോകും. ഇനി ഇപ്പോൾ പുളി ഇഷ്ടമില്ലാത്തവർക്ക്, ചമ്മന്തിയിൽ പുളി വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ചെറിയ പീസേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. വറുത്ത് നിലക്കടല വേണം ചേർക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. നമ്മുടെ ചട്നിക്ക് എത്രത്തോളം കട്ടി വേണമോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടില്ല, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് നിറച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരല്പം പുതിനയിലയും കൂടി. ഈ മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് ഇത് അരഞ്ഞു പോകരുത്. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ താളിച്ച് ചേർക്കാനായിട്ട് 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുഴുവൻ ഉഴുന്ന് ചേർക്കാവുന്നതാണ്. ഉഴുന്നിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഒരു വറ്റൽമുളക്, കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഈ താളിച്ച് നമുക്ക് നേരെ തന്നെ ചട്നിയിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ചട്നി വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.